ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാംതിങ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം ആൻസർ ക്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 9 മാത്സ് ആനുവൽ എക്സാം ആൻസർ കീ 2024-25. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം മീൻ മാർക്ക് കാണാനാണ്. ചോദ്യം ഞാൻ എഴുതിയിട്ടില്ല. അതിൻ്റെ ആൻസർ സം ബൈ ടോട്ടൽ, ദാറ്റ് ഈസ് 480/8. രണ്ടാമത് നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല. 2 ഇക്വേഷനായിട്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇതാ നോക്കിക്കേ, ചെയ്തിട്ടുണ്ട്. എക്സ് 13 വൈ 8 കിട്ടും. അപ്പം നമ്പേഴ്സ് 13 8 കിട്ടും. അത് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തത് ഏരിയ 4π തന്നിട്ടുണ്ട്. എന്താണ്, πr² ആണ് ഏരിയ. അത് 4π എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 4π എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ അടുത്ത് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അതാ നോക്കിക്കേ, r² = 4 എന്ന് കിട്ടും. അതിൽ നമുക്ക് r എന്ത് കിട്ടും? r =√4 = 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. അതൊരു ഫിഗറാണ്. ഫിഗർ വരച്ചിട്ടൊന്നുമില്ല. ടോട്ടൽ ഏരിയ ഓഫ് അൺഷെയ്ഡ് റീജിയൻ ഇൻ ദ സർക്കിൾ 2/3 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വേണം ആൻസർ നോക്കാൻ. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം. ഹൈറ്റ് തന്നിട്ടുണ്ട്. എന്താണ്, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ബി സിയുടെ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. ABAC തന്നിട്ടുണ്ട്. അപ്പം 1 സൈഡ് BC =√3 എന്ന് കിട്ടും. പെരിമീറ്റർ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, =6.8 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത്, അത് 5ാമത്തെ ചോദ്യം കഴിഞ്ഞു. 6ാമത്തെ ചോദ്യം, ഏരിയ =6√3/4a². അങ്ങനെ ഏരിയ കിട്ടും. എത്രയെന്ന് കിട്ടും? 96√3 cm² എന്ന് കിട്ടും. ഇനി അടുത്ത നമുക്ക് എന്താണ് കാണേണ്ടത്? ഇവിടെ നോക്കിക്കേ, വോളിയം ഈക്വൽസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ നമുക്ക് 96√3 × 15 ചെയ്ത് 1440√3 cm³ എന്ന് കിട്ടും. അപ്പം ഇത്രയുമാണ് 6ാമത്തെ ചോദ്യം കഴിഞ്ഞ്. ഇനി അടുത്ത 7ാമത്തെ ചോദ്യം നോക്കിക്കേ. ഞാൻ റഫായിട്ടൊരു ചെറിയ ഫിഗർ വരച്ചിട്ടുണ്ട്. CD 2√3, ലെങ്ത് ഓഫ് AB കാണണം. CD ബൈസെക്റ്റ് ചെയ്യും AB. അപ്പം മൊത്തം എന്താണ്, ADയുടെ ലെങ്തും DBയുടെ ലെങ്തും ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് ഈക്വലായിട്ട് ട്രയാങ്കിളാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദ്യം എഴുതാത്തതുകൊണ്ട് നിങ്ങൾ ചോദ്യ പേപ്പറും കൂടെ വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പം 30, 60, 90 ട്രയാങ്കിൾ ആവും. റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:3:2. അങ്ങനെ നമുക്ക് CD തന്നിട്ടുണ്ട്, 2√3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 1:3:2 പകരം എന്താ കിട്ടും? 2:2√3:4 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്താ കിട്ടും? ADയുടെ നീളം 2 എന്ന് കിട്ടും. ADയുടെ 2 ആണെങ്കിൽ BDയുടെയും 2 ആയിരിക്കും. അപ്പോൾ ABയുടെ നീളം 2 + 2 4 എന്ന് കിട്ടും. അടുത്ത ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ =half ബേസ് ഇൻറ്റു ഹൈറ്റ്. 1/2 × 4 × ഹൈറ്റ് 2√3 എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4√3 cm² എന്ന് കിട്ടും. പിന്നെ അടുത്ത ചോദ്യത്തിൽ 8ാമത്തെ ചോദ്യം, ആർക്ക് ലെങ്ത് കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർക്ക് ലെങ്ത് നമുക്ക് 54 എന്ന് കിട്ടും. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൊടുത്ത് ചെയ്യുമ്പോൾ 54 കിട്ടും. പിന്നെ സെൻട്രൽ ആംഗിൾ 20 വെച്ചിട്ട് ആർക്ക് ലെങ്ത് കാണാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തത് അതിൻ്റെ ബാക്കിയായിട്ട് റേഡിയസ് 3ാം B പാർട്ടിൽ റേഡിയസ് 1.5 മടങ്ങായാൽ, 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ 3/2 r. അപ്പോൾ 2πr പകരം സെൻട്രൽ ആംഗിൾ 20 തന്നെ, 20/360 × 2π × റേഡിയസ് r പകരം 3/2 r എന്ന് എഴുതി ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് എത്ര കിട്ടും? 4.5 സെൻറ്റിമീറ്റർ. നേരത്തെ എത്രയായിരുന്നു ലെങ്ത്? 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത 9ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. അത് നിങ്ങൾ വരയ്ക്കുക. പിന്നെ 10ാമത്തെ ചോദ്യത്തിൽ റേഡിയസും പെരിമീറ്ററും തന്നിട്ടുണ്ട്. എന്താണ്, അത് ബോക്സിൽ തന്നിട്ടുള്ളതാണ്. നമ്മൾ അവസാനത്തെ മാത്രം ഫില്ല് ചെയ്താൽ മതി. റേഡിയസ് 1 ആകുമ്പോൾ പെരിമീറ്റർ 2π, റേഡിയസ് 2 ആകുമ്പോൾ 2 × 2π 4π, 3 വരുമ്പോൾ 6π, അങ്ങനെ 6 വരുവാണെങ്കിൽ 2πr എന്ന് കിട്ടും. പിന്നെ അതിൻ്റെ സർക്കംഫറൻസ് C = 2πr ഈസ് ഓഫ് ദ ഫോം y = kx. പ്രൊപ്പോർഷണാലിറ്റി ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം C is proportional to r. That is 2π is the proportionality constant, 2πr kx. അപ്പം 2π is the proportionality constant എന്ന് പറയും. ഓക്കെ,
11ാമത്തെ ചോദ്യത്തിൽ R1:R2 തന്നിട്ടുണ്ട്, 1:2. H1:H2 തന്നിട്ടുണ്ട്, അതും 4:3 തന്നിട്ടുണ്ട്. അപ്പോൾ R1:R2 നമുക്ക് എങ്ങനെ എഴുതാം? R1/R2 എഴുതാം, ഈക്വൽസ് 1/2. H1:H2 നമുക്ക് എന്താ എഴുതാം? H1/H2 4/3. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ആണ്, ഏരിയയുടെ റേഷ്യോ ആണ് കാണാൻ. ലാറ്ററൽ സർഫസ് ഏരിയ 2πRH ആണ്. പക്ഷേ 2 എണ്ണം ഉള്ളതുകൊണ്ട് 2πR1H1 എന്നും 2πR2H2 എന്നും എടുത്ത റേഷ്യോ കാണുമ്പോൾ 2:3 എന്ന് കിട്ടും. അതിൽ മൂന്നാമത്തെ ബി പാർട്ടിൽ തന്നിരിക്കുന്നത് എന്താണ്? ഒരെണ്ണത്തിൻ്റെ ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ 30 ആണെങ്കിൽ രണ്ടാമത്തേൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ ആവശ്യമിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സെക്കൻഡ് വൺസ് ലാറ്ററൽ സർഫസ് ഏരിയ എന്തെന്ന് കിട്ടും? 45 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തത് പോളിനോമിയലിനാണ്. P(0) 2, അതായത് P(1) 6 എന്ന് കിട്ടും, P(-1) 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പാർട്ട് P(1) + P(-1) P(0) എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 6 + 0/2 = 3 എന്ന് കിട്ടും. 13ാമത്തെ ചോദ്യം ഇതുപോലത്തെ ഒരു പടമാണുള്ളത്, ചിത്രമാണുള്ളത്. റേഡിയസ് 2 സെൻറ്റിമീറ്റർ. നോക്കിയാൽ സെമി സർക്കിൾ, ചെറിയ സെമി സർക്കിളില്ലേ, അതിൻ്റെ റേഡിയസ് ആവശ്യമിരിക്കുന്നത്. ഡയമീറ്റർ 4 ആകുമ്പോൾ റേഡിയസ് 2. ഏരിയ സെമി സർക്കിൾ πr²/2 അങ്ങനെ ചെയ്യുമ്പോൾ 8π എന്ന് കിട്ടും. സി എന്താണ്? അതിൻ്റെ എന്താണ്? ആ സെമി സർക്കിളാണ്, ഏരിയ ആണ് കാണാൻ ചോദിച്ചിരിക്കുക. അപ്പം 2π എന്ന് കിട്ടും. ടോട്ടൽ ഏരിയ സ്മോൾ സെമി സർക്കിൾ 2π 2πയും കൂടെ ചേരുമ്പോൾ 4π എന്ന് കിട്ടും. ചെറിയ 2 സെമി സർക്കിളില്ലേ അതിൻ്റെ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ 8π മൈനസ് ടോട്ടൽ നിന്ന് അത് കുറയ്ക്കുന്നു, 4π കുറയ്ക്കുന്നു. അപ്പോൾ ആ 4π എന്ന ആൻസർ കിട്ടും. അടുത്ത 14ാമത്തെ ചോദ്യം നോക്കിക്കേ. x+2 ആബ്സല്യൂട്ട് വാല്യൂ x+2 5 ആണെങ്കിൽ എക്സിൻ്റെ വില 3യും +or-5 എടുക്കുമ്പോൾ ഒന്ന് 3യും കിട്ടും, ഒന്ന് -5നും കിട്ടും. പിന്നെ രണ്ടാമത്തെ ബിയിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ ഉണ്ട് 6 + -2/2 അതിൻ്റെ ആവറേജ് കണ്ടാൽ മതി, /2 4/2 = 2 എന്ന് കിട്ടും. 15ാമത്തെ ചോദ്യം നോക്കിയേ. വലിയ പടമൊന്നും ഞാൻ വരച്ചിട്ടില്ല, ചെറുതായിട്ട് വരയ്ക്കാൻ പറ്റുന്നതൊക്കെ റഫായിട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി മനസ്സിലാക്കിയാൽ മതി. ഏരിയ 6 × 4, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 24, ഏരിയ സെക്ടർ നോക്കിക്കേ 1/4 ആണ്. πr²/4 കഴിയുമ്പോൾ 4π കിട്ടും. ഏരിയ ഷെയ്ഡഡ് പോർഷൻ മൊത്തം റെക്റ്റാങ്കിൾ ഏരിയയിൽ നിന്ന് സെക്ടറിൻ്റെ ഏരിയ കുറച്ചാൽ മതി, 24 - 4π എന്ന് കിട്ടും. 16ാമത്തെ ചോദ്യത്തിൽ പെരിമീറ്ററാണ് തന്നിരിക്കുന്നത്. എന്താണ്? ട്രയാങ്കുലർ പ്രിസം. അതിൻ്റെ 3 സൈഡ് തന്നിട്ടുണ്ട്. സം 30 ഇസ് ദ ബേസ് പെരിമീറ്റർ ഓഫ് ദ പ്രിസം. ലാറ്ററൽ സർഫസ് ഏരിയ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അപ്പോൾ 30 × 20 600 എന്ന് കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ 2 ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇവിടെ പ്രിസം എന്ന് പറയുന്നത് സിലിണ്ടറാണ്, അപ്പോൾ ബേസ് ഏരിയ അല്ല, ട്രയാങ്കുലർ പ്രിസമാണ്. അപ്പോൾ അതിലെ √(s × s - a × s - b × s - c) വെച്ച് ബേസ് ഏരിയ കാണുമ്പോൾ 30 എന്ന് കിട്ടും. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ ആകുമ്പോൾ 2 ബേസില്ലേ, മുകളിലും താഴെയും 2 ബേസും ഒരു ലാറ്ററൽ സർഫസും. അപ്പോൾ 2 × 30 + 600 660 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ചോദ്യം ഇതും ക്വസ്റ്റ്യൻ ഇല്ല. സൈഡ്സ് എക്സും വൈ എന്ന് എടുത്ത് നോക്കി 2 ഇക്വേഷൻ ഫോം ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിച്ച് ഓക്കെ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. x + y = 22 എന്നും 2 ഇക്വേഷൻ കിട്ടും, രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും, പിന്നെ 2 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുമ്പം xy = 120 എന്ന് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പം x + y = 22 എന്ന് കിട്ടും. ഇതിൽ നിന്ന് x - y കണ്ടുപിടിക്കും. x + y² - 4xy. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? x - y = 2 എന്ന് കിട്ടും. നേരത്തെ x + y = 22 എന്നായിരുന്നു. ആ സോൾവിങ് a ആൻഡ് b, ഞാൻ ഇക്വേഷന് a എന്നും b എന്നും പേര് കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x 12ഉം y 10. അതായത് റെക്റ്റാങ്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ആണ് കിട്ടിയിരിക്കുന്നത്. ലെങ്തും ബ്രെഡ്ത്തും 12ഉം 10ഉം. അത് 1 സെൻറ്റിമീറ്റർ വീതം കൂടുമ്പോൾ 1 കൂട്ടുന്നു, 1 കുറയ്ക്കുമ്പോൾ 1 കുറയുന്നു. അതാണ് 2 ഇക്വേഷനിൽ നോക്കേ. x + 1ഉം y + 1ഉം ലെങ്തും ബ്രെഡ്ത്തും എക്സും വൈ ആയിട്ട് എടുത്ത് സൈഡ്സ്
x-1 1 സെൻറ്റിമീറ്റർ വീതം കുറയുകയാണെങ്കിൽ x-1 y-1. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്താ കിട്ടി? 12ഉം 10. ലെങ്ത് 12, ബ്രെഡ്ത്ത് 8 കിട്ടി. ഓക്കെ. അടുത്ത 18ാമത്തത് നോക്കി. n-2 × 180 വെച്ച് സെൻട്രൽ സെക്ടറിൻ്റെ ആംഗിളാണ് കണ്ടുപിടിച്ചത്. 720/6 120. ഇത് വല്ലാത്തൊരു പടമായതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാഞ്ഞത്. സെൻട്രൽ ആംഗിൾ 120 എന്ന് കിട്ടും. പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സാൺ ആയിരുന്നു. 6 × 6 36. പെരിമീറ്റർ ഓഫ് ദ ഷെയ്ഡ് റീജിയൻ, അതിൻ്റെ അകത്ത് കുറേ ഷെയ്ഡ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് x/360 × 2πr. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2π എന്ന ആൻസർ കിട്ടും. ഇനി അടുത്തത് 19ാമത്തെ നോക്കിക്കേ. ഇതൊരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏരിയ 100 ആയിരിക്കണം. അത് ഈ ലെങ്ത് 50 ബ്രെഡ്ത്ത് എത്ര? 2. 50 × 2 100, 20 × 5 100, 10 × 10 100, 4 × 25 100. അപ്പോൾ ലെങ്ത് x ആയിട്ടും ഏരിയ k ആയിട്ടും എടുത്താൽ എന്താണ്? ലെങ്ത് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ബൈ ലെങ്ത് എന്നോ, x ഈസ് ഈക്വൽ ടു k/y. അപ്പോൾ അങ്ങനെ നമുക്ക് റിലേഷൻ എഴുതാം. അപ്പോൾ ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രെഡ്ത്ത് എന്ന് കിട്ടും. അപ്പം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 20ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. വരയ്ക്കുക. പിന്നെ 21ൽ ഏജ് നമ്പർ ഓഫ് മെമ്പേഴ്സും തന്നിട്ടുണ്ടായിരുന്നു. അതിന് ടോട്ടൽ കാണാൻ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 40 × 8. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താണ്. ഈ കോളം ഇല്ലായിരുന്നു ചോദ്യത്തിൽ, ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഈ കോളം മൊത്തം ഇതിനൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എഴുതി. ടോട്ടൽ 40. ഇത് ആഡ് ചെയ്യുമ്പോൾ 1920. അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. എത്ര? 40 എന്ന് കിട്ടും. പിന്നെ മീൻ ഏജാണ്. ഇത് ഏജാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഈ ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 എന്ന ആൻസർ കിട്ടും. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ. അതും ഫിഗറൊന്നും ഞാൻ വരച്ചിട്ടില്ല. ആംഗിൾ BAC 60 എന്ന് കിട്ടും. സെക്ടറാണ്. ഏരിയ ഓഫ് അൺഷെയ്ഡഡ് സെക്ടർ 6π എന്ന് കിട്ടും. ടോട്ടൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഷെയ്ഡഡ് റീജിയൻ ഉണ്ട്. ഏരിയ ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ. ആ ഫിഗർ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഷെയ്ഡഡ് പോർഷൻ മൈനസ് ഏരിയ ഓഫ് അൺഷെയ്ഡഡ് പോർഷൻ. ഏരിയ ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ ഷെയ്ഡഡ് പോർഷൻ മൈനസ് ഏരിയ ഓഫ് അൺഷെയ്ഡഡ് പോർഷൻ. √3a²/4 ഏരിയ കണ്ട് നമുക്ക് അവസാനം ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 25√3 - 6π എന്ന ആൻസർ കിട്ടും. പിന്നെ ടോട്ടൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ 25√3 - 6πയിൽ നിന്ന് മൊത്തം സർക്കിളിൻ്റെ ഏരിയ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ 36π എന്ന് കിട്ടും. ആ 36πയിൽ നിന്ന് ഒരു സെക്ടറുണ്ട്. ആ സെക്ടറിൻ്റെ ഏരിയ സബ്ട്രാക്റ്റ് ചെയ്യുമ്പം എന്താണ്? അത് ഒഴിച്ചുള്ള ഷെയ്ഡഡ് പോർഷൻ കിട്ടും. അതാണ് 36π - 6π 30π. അതും കൂടെ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ടോട്ടൽ പോർഷൻ ആണപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇത് കിട്ടും. പക്ഷേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആ ഫിഗർ കണ്ടാലേ നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇച്ചിരി പാടുപെടുക. ഫിഗർ വരയ്ക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാമത്തെ ചോദ്യം നോക്കിക്കേ. റേഡിയസ് ഓഫ് സിലിണ്ടർ 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വോളിയം ഓഫ് സിലിണ്ടർ 900π. അത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2826 എന്ന് കിട്ടും. അപ്പോൾ വോളിയം ഓഫ് സ്ക്വയർ പ്രിസം 3600 cm3. അതിൽ നിന്നല്ലേ ചെത്തി എടുക്കുന്നത്. അപ്പോൾ റിമൈനിങ് വാക്സ് 3600 - 2826 = 774. അപ്പം 1 സെൻറ്റിമീറ്റർ വെച്ച് ഒരു ക്യൂബ് എത്ര ക്യൂബ് ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് 1 cube 1 cm3. Therefore number of cubes equal 774. ഓക്കെ. 24ാമത്തെ ചോദ്യം പോളിനോമിയലാണ്. P(1) 0, P(0) 4, P(2) 0 ഇതെല്ലാം തന്നിട്ടുണ്ട്. P(x) ax² + bx + c. അതിൽ P(0) കൊടുത്ത് എക്സിന് 0 കൊടുത്താൽ c കിട്ടും. c എന്ന് പറയാം. P(0) എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. അപ്പോൾ c = 4 എന്ന് കിട്ടും. P(1) കൊടുക്കുമ്പം a + b = -4 എന്നും, P(2) കൊടുക്കുമ്പം 2a + b = -2 എന്നും 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. എന്താണ്ട് a = 2 എന്നും b =
-6 എന്നും കിട്ടും. അങ്ങനെ പി ഓഫ് എക്സ് പോളിനോമിയൽ റൈറ്റ് ദ പോളിനോമിയൽ എന്നുണ്ട് ചോദ്യം. പി ഓഫ് എക്സ് ഇസിക്കൽ ടു 2 ബിക്കും ഒക്കെ സിക്കും വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എക്സ് ഈക്വൽസ് 2x² - 6x + 4 എന്ന് കിട്ടി. 25ാമത്തെ ചോദ്യത്തിൽ എ 40 സെൻറ്റിമീറ്റർ സൈഡ് 40 സെൻറ്റിമീറ്റർ എന്ന ഒരു പില്ലറാണ്. അപ്പം സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണം. ഡിവൈഡ് ബൈ 100 0.4 മീറ്റർ. ലാറ്ററൽ സർഫസ് ഏരിയ 1 പില്ലർ 15 പില്ലർ കൊടുത്തിട്ടുണ്ട്. 1 പില്ലറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ കണ്ട് 6.4 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല, അത് ഇച്ചിരി തെറ്റിയുണ്ട്, ഞാൻ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത് മീറ്റർ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് 15 പില്ലേഴ്സ്. അപ്പം പെയിൻ്റ് അടിക്കുന്നതിന് എത്ര രൂപ ചിലവാകുമെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറിന് 90 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകും? 15 പില്ലറുണ്ട്. 15 ഇൻറ്റു ഒരു പില്ലറിൻ്റെത് ലാറ്ററൽ സർഫസ് 6.4 ഇൻറ്റു കോസ്റ്റാണ് 90 റുപ്പീസ്. അപ്പോൾ അങ്ങനെ 8,640 റുപ്പീസ് എന്ന് കിട്ടും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വരയ്ക്കാനുള്ളതാണ്. വരയ്ക്കാനുള്ളത് നിങ്ങൾ വരച്ചോണം. പിന്നെ 27ാമത്തെ ചോദ്യത്തിൽ ആംഗിൾ BCQ അതൊരു ഫിഗർ ആണ്. 45 എന്ന് കിട്ടും. AC/CB 2:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പം റേഷ്യോ അല്ലേ, അതിന് നമ്മൾ റേഷ്യോ മാറ്റി എക്സ് ഇവിടെ കൊടുത്ത് 2x + x എന്ന് എടുക്കും. അത് മൊത്തം AB ലെങ്ത് 12 തന്നിട്ടുണ്ട്. അങ്ങനെ എക്സ് കണ്ടുപിടിക്കും, 4 എന്ന് കിട്ടും. അപ്പോൾ AC 8 എന്നും CB 4 എന്നും കിട്ടും. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽസ് 90/360 ഇൻറ്റു പൈ ഇൻറ്റു 3² ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ആ ഫിഗർ നോക്കിയാലേ മനസ്സിലാവും, 2 പാർട്ടുണ്ട്. ഷെയ്ഡഡ് റീജിയൻ എന്താണ്, ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് മുകളിലും താഴെയും. അത് രണ്ടിൻ്റെയും കൂടെ ഏരിയ കണ്ട് ആഡ് ചെയ്യണം. 2 ഭാഗത്ത് ഷെയ്ഡഡ് ഉണ്ട്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16π + 2π = 18π എന്ന് കിട്ടും. അടുത്ത 28ാമത്തെ ചോദ്യം ഇലക്ട്രിസിറ്റിയും നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. ഇലക്ട്രിസിറ്റി കൺസംഷനാണ് തന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഉപഭോഗം 100 തൊട്ട് 150 വരെ 4 പേര്, 150 തൊട്ട് 200 വരെ. ഈ 2 കോളവും തന്നിട്ടുള്ളതാണ്. പിന്നെ ഈ 3ാമത്തെ കോളം നമ്മൾ കണ്ടുപിടിച്ചത് റേഞ്ച് അല്ലേ, അതുകൊണ്ട് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാൻ 100 + 150/2 അപ്പോൾ മിഡ് പോയിൻ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ 125 175 225 275 325 എന്ന് കിട്ടി. പിന്നെ ഈ ഈ മിഡ് പോയിൻറ്റിനെ ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഈ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്താ കിട്ടും? 3975 എന്നും ഇവിടുത്തെ ഹൗസ് ഹോൾഡിൻ്റെ എണ്ണം എത്ര കിട്ടും? 20 എന്നും കിട്ടും. ബട്ട് ഇതിൽ നിന്നും നമുക്ക് മീൻ കാണണം. മീൻ ഈക്വൽസ് സം ബൈ നമ്പർ. അപ്പം 198.75 എന്ന് കിട്ടും. അടുത്തത് 29ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അതൊരു പാറ്റേൺ ആണ്. കണ്ടാ 1/4 + 1/5 ഡിവൈഡഡ് ബൈ 1/4 - 1/5 = 9 എന്ന് തന്നിട്ടുണ്ട്. അടുത്തൊന്ന് തന്നിട്ടുണ്ട് 1/5 + 1/6 ഡിവൈഡഡ് ബൈ 1/5 - 1/6 11 എന്ന് തന്നിട്ടുണ്ട്. അപ്പം അല്ല തന്നിട്ടില്ല, അതിന് മുന്നിലൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. അടുത്ത 2 വരെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് എ പാർട്ടിൽ അടുത്ത 2 വരികളാണ് അതുപോലെ എഴുതിയിരിക്കുന്നത്. പിന്നെ ബിയിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് തന്നിട്ടുണ്ട് 1/15 + 1/16 ഡിവൈഡഡ് ബൈ 1/15 - 1/16 = ഡാഷ് തന്നിട്ടുണ്ട്. അത് നോക്കിക്കേ, എല്ലായിടം നോക്കുമ്പോൾ അറിയാം 4ഉം 5ഉം 9, 5ഉം 6ഉം 11, 15ഉം 16ഉം 31 എന്ന് കിട്ടും. അവസാനം സിയിൽ നോക്കിക്കേ 25 26 കൂട്ടുമ്പോൾ 51 കിട്ടും. 29 1/29 + 1/p അത് 59 ഇവിടെ തന്നിട്ടുണ്ട്. 59 എന്ന് പറയുമ്പം പി കണ്ടുപിടിക്കണേ 59ൽ നിന്ന് 29 കുറച്ചാൽ മതി, 30. എല്ലായിടവും കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇയിൽ തന്നിരിക്കുന്നതൊക്കെ 1/n + 1/n + 1 ഡിവൈഡഡ് ബൈ 1/n - 1/n + 1. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. ഏത് രണ്ടുകൂടെ എന്നും n + 1 കൂടെ കൂട്ടുമ്പോൾ n + n + 1 അപ്പം 2n + 1 എന്ന് കിട്ടും. അപ്പം മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ 29 ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങളുടെ ആൻസർ കറക്റ്റാണോ എന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ബൈ.